അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇന്ന് CPIയുടെ പ്രകാശ് ബാബു, ദേശീയ നിർവാഹക സമിതി അംഗം, വളരെ ശക്തമായ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. അതിൽ മുന്നണി യോഗത്തിൽ തന്നെ CPI തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ്. ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ നിന്ന് ADGPയെ മാറ്റാത്തത് ഇടതുമുന്നണിയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ വലിയ വടി കൊടുക്കുന്നു. അതിനും അപ്പുറത്തേക്ക് ഇടതുപക്ഷത്തിൻ്റെ നയത്തിന് വിരുദ്ധമായി ഇപ്പോഴും RSS നേതാക്കളെ കണ്ട ADGP അധികാരത്തിൽ തുടരുന്നു എന്നുള്ളത് CPIയെ സംബന്ധിച്ച് വലിയ വിഷയമാണ്. അത് RJDയെ സംബന്ധിച്ച് വലിയ വിഷയമാണ്. NCPയെ സംബന്ധിച്ച് വലിയ വിഷയമാണ്. എന്തിനേറെ ഇടതുമുന്നണി കൺവീനർക്ക് പോലും അതൊരു വലിയ വിഷയമാണ്. പക്ഷെ സർക്കാരിന് മാത്രം എന്തുകൊണ്ടാണ് അതൊരു വലിയ വിഷയമല്ലാത്തത്? അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി. അല്ല, അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാവർക്കും അറിയാം, PV അൻവർ എന്ന് പറയുന്ന MLA, അദ്ദേഹം ഇടതുപക്ഷ സ്വതന്ത്ര MLA ആണ്. ഇടതുപക്ഷ സ്വതന്ത്ര MLA എന്നുള്ളത് മാത്രമല്ല, മുൻപ് കോൺഗ്രസുകാരനായിരുന്നു അദ്ദേഹം. ജനാധിപത്യ ചേരിയുടെ കോട്ട എന്നറിയപ്പെടുന്ന നിലമ്പൂരിൽ നിന്നും 2 തവണ സ്ഥാനാർത്ഥിയായി വിജയിച്ചയാളാണ്. അദ്ദേഹം പൊതുസമൂഹത്തിലേക്ക് പ്രത്യക്ഷപ്പെടുകയും കുറേയേറെ ആരോപണങ്ങൾ നമ്മുടെ അഡീഷണൽ DGP ആയിട്ടുള്ള ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് നമുക്കറിയാം. സംസ്ഥാനത്തെ പോലീസ് മേധാവിയായ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ DGP എന്ന് പറയുന്നത് അക്കാര്യത്തിലൊക്കെ അൺഡിസ്പ്യൂട്ടഡ് ഫാക്റ്റാണ്. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. നമ്പർ 1. നമ്പർ 2, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ RSSന്റെയും മേധാവിയെ കാണാൻ പോയി. വ്യക്തിപരമാണോ അല്ലയോ ആ കൂടിക്കാഴ്ച നമുക്കറിയില്ല. എങ്കിൽ പോലും ഇടതുപക്ഷം പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമാണ് അത് എന്നുള്ളതാണ് പൊതുവായ എല്ലാ നേതാക്കന്മാരും, ഇടതുപക്ഷത്ത് നിൽക്കുന്ന എല്ലാ നേതാക്കന്മാരുടെയും നിലപാട്. പക്ഷെ നമ്മൾ അത് സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു അവസരത്തിൽ പോലും ഈ അഡീഷണൽ DGPയെ ന്യായീകരിക്കുന്ന ഒരു പ്രസ്താവനയോ ഒരു സമീപനമോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ CPIMന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ നമ്മുടെ സ്പീക്കർ പറഞ്ഞത് RSS രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്, ആ സംഘടനയെ പോയി കാണുന്നത് കൊണ്ട് എന്താ പ്രശ്നമെന്നാണ് ചോദിച്ചത് സ്പീക്കർ. ശ്രീ പ്രിയദർശൻ തമ്പി, അങ്ങനെ സ്വയം സേവക സംഘത്തിന്റെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഇന്ത്യയിൽ ഏതെങ്കിലും ശിക്ഷ. ഹലോ ശ്രീ പ്രിയദർശൻ തമ്പി, അങ്ങയോടാണ് എന്റെ ചോദ്യം. സ്പീക്കർ പറഞ്ഞത് RSS രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണ്, ആ സംഘടനയെ പോയി കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി. അല്ല, ഇതിനകത്ത് അതിന് നമുക്ക് ഒരു 2 കൺസ്ട്രക്ഷൻസ് അതിലുണ്ട്. കാരണം ഒരു വാദം വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത്, വ്യക്തിപരമായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ പ്രവർത്തകനല്ല, ഒരു അനുഭാവിയായ പുരോഗമനവാദിയായ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് അതിൽ ഒരു അഡീഷണൽ DGPക്ക് ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു RSSന്റെയോ സംഘടനയുടെ നേതാവിനെ കാണുന്നതിൽ വ്യക്തിപരമായ കാരണം, അദ്ദേഹം എന്തിനാണ് പോയി കണ്ടത് എന്നുള്ളതാണ് പ്രധാനം. കണ്ടു എന്നുള്ളത് വലിയ കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനാണ് കണ്ടത്? ആ കണ്ടതിന്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ? അതാണ് ഏറ്റവും പ്രധാനം. കാരണം അദ്ദേഹം പലരെയും കണ്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് RSSന്റെ നേതാവിനെ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇൻക്ലൂഡിംഗ് രാഹുൽ ഗാന്ധി, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരെ അഡീഷണൽ DGP കാണുന്നത് പോലെയാണോ എപ്പോഴാണ് രാഹുൽ ഗാന്ധി ADGPയെ കണ്ടത്? അങ്ങൊന്ന് പറയൂ. രാഹുൽ ഗാന്ധി ADGP കണ്ടത് അങ്ങൊന്ന് പറയൂ. അല്ല, കണ്ടു എന്നാണ് അദ്ദേഹത്തിന്റെ തന്നെ പ്രസ്താവനകൾ കണ്ടത്. എനിക്ക് നേരിട്ടറിയില്ല. അനുഭാവിയായ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, താങ്കൾ എങ്ങനെയാണ് RSSനെയും രാഹുൽ ഗാന്ധിയും സമീകരിക്കുന്നത്? അദ്ദേഹം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. ഞാൻ അതുകൊണ്ട് പറഞ്ഞത് അദ്ദേഹം കണ്ടു എന്നുള്ളതല്ല, കണ്ടിട്ടില്ല എന്നുള്ളത് വേറൊരു വസ്തുത. അദ്ദേഹം അതെ കാണുന്നതിൽ തെറ്റൊന്നുമില്ല. അദ്ദേഹം കാണുന്നതിൽ തെറ്റില്ല. രാജു പിതാർ ശോഭിക്കണ്ട, കാണുന്നതിൽ തെറ്റില്ല. അദ്ദേഹത്തെ കണ്ടു എന്ന് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നല്ല ഞാൻ പറഞ്ഞത്. കാണുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് വ്യക്തിപരമായ സന്ദർശനങ്ങൾ, വ്യക്തിപരമായ ഊഷ്മളത ബന്ധങ്ങളിൽ ഊട്ടിയുറപ്പിക്കുന്നതിൽ നമുക്കെല്ലാം അറിയാം, സ്നേഹവും സാഹോദര്യവും എല്ലാ മനുഷ്യന്റെ അന്തർലീനമായിരിക്കുന്ന വികാരമല്ലേ. അതിലെന്താ തെറ്റ്?
പക്ഷെ അതിന് അജണ്ടയുണ്ടെങ്കിൽ, അങ്ങനെ കാണുന്നതിൽ എന്തെങ്കിലും അജണ്ടയുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ അട്ടിമറിക്കാണോ അല്ലെങ്കിൽ വേണ്ടിയാണോ, ഒരു RSS ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് RSSന്റെ അടുത്ത സർസംഘചാലകാകാൻ പോകുന്ന ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബോളയെ പോയി കണ്ട് എന്താണ് ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക? കുശലാന്വേഷണത്തിന് പോയതാണോ? അതിനാണെങ്കിൽ തന്റെ സുഹൃത്ത് ജയകുമാറുമായിട്ട് ഒരു ചായക്കടയിൽ നിന്ന് ചർച്ച ചെയ്ത് പിരിഞ്ഞാൽ പോലെ ഇവർ തമ്മിൽ എന്തെങ്കിലും കുടുംബ ബന്ധമുണ്ടോ? അതൊന്നുമില്ലല്ലോ. അതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഇവർ എന്താണ് സംസാരിച്ചതെന്ന് അറിയണം. അത് മുഖ്യമന്ത്രിക്ക് അറിയാമോ? അറിയാമെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയാണോ? അതാണ് CPI ചോദിക്കുന്നത്, RJD ചോദിക്കുന്നത്, LDFന്റെ കൺവീനർ ചോദിക്കുന്നത്. അല്ല, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വന്നത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അത് തീരെ ഗൗരവത്തിലല്ല എടുത്തിട്ടുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം തൊട്ടടുത്താണ് കോട്ടയത്ത് വെച്ച് എന്നാണ് എന്റെ ഓർമ്മ, സംസ്ഥാന പോലീസ് ഓഫീസർമാരുടെ സമ്മേളനത്തിൽ വെച്ച് 2023 മെയ് മാസത്തിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് 2024 അന്വേഷണം. അതെ, കൂടിക്കാഴ്ച അല്ലെ, അന്വേഷണമല്ല ഞാൻ പറഞ്ഞു. 2024 ഈ PV അൻവർ ഈ വിവാദങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷം ഈ അജിത് കുമാറിനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ പോലീസിലെ പുഴുക്കുത്തുകളെ കുറിച്ച് മുഖ്യമന്ത്രി പറയുകയും ആ പോലീസിലെ അതുവരെ ഇതൊന്നും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് അറിയില്ലായിരുന്നോ? അല്ല, ആഭ്യന്തരമന്ത്രിക്ക് തീർച്ചയായിട്ടും ഇന്റലിജൻസ് സംവിധാനത്തിനും അറിയത്തില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സംസ്ഥാന പോലീസിന് ജില്ലാ സ്പെഷ്യൽ നേരത്തെ അറിയാമായിരുന്നെങ്കിൽ നടപടി എടുക്കാത്തത് എന്തുകൊണ്ട്? ഇനി നേരത്തെ അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ അർഹനാണോ? ഇതാണ് പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യം. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി. അറിയാമായിരിക്കാം. നമുക്ക് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഈ പ്രശ്നത്തിൽ ഗൗരവമായി ഈ പ്രശ്നത്തെ സമീപിക്കുക തന്നെ ചെയ്യും എന്ന്